Hi friends, Assalamu alaikum. Welcome back to my channel Baby'skitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന മിനി പാൻകേക്കിൻ്റെ ഒരു റെസിപ്പിയാണ്. ഈ ഒരു പാൻകേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആദ്യം 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി വാനില എസൻസ് ആണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കാം. ഇനി പാല് ഒരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിലേക്ക് ഇനി വേണ്ടത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ ഈ 1 കപ്പ് മൈദയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മൈദ കുറേശ്ശെയായിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പാൻകേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻകേക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാനിൽ ഓയിലൊന്നും തടവി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പാനിലേക്ക് നേരെ തന്നെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു പാൻകേക്ക് റെഡി ആയിട്ട് വരാൻ. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് സ്ട്രോബെറിയുടെ ജാമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ന്യൂട്ടല്ലയോ ചോക്ലേറ്റോ ഒക്കെ കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.